ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് കാര്യമായിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന അധിക പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ എന്നിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുന്നേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ, എന്നാലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് വരൂ. പിന്നെ ഇന്നത്തെ വീഡിയോ നല്ലൊരു സിമ്പിൾ വ്ളോഗാണ് കേട്ടോ. പുറത്ത് പോയ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. ഒരു അടിപൊളി ഫുഡ് കഴിച്ചതും പിന്നെ ഒരു പുതിയ ബേബി ഷോപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയ വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഈ വീഡിയോ എടുത്തതൊരു വീക്കെൻഡിലാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല കേട്ടോ. ഒരു മാസമെല്ലാം കഴിഞ്ഞ്, അതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് രാവിലത്തെ നാശ്തപ്പണിയും ഉച്ചക്കത്തെ ചോറ് അതെല്ലാം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുള്ള പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റെല്ലാം മാറ്റലാണ്. ബെഡ്ഷീറ്റെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് എടുക്കാനാവുമ്പോൾ എന്നിട്ടാ ബെഡ്ഷീറ്റ് ചേഞ്ച് ആക്കൽ. പിന്നെ നിങ്ങൾക്ക് ബക്കറ്റെല്ലാം കാണുമ്പം തോന്നുന്നുണ്ടോ ഇതെന്താ ബക്കറ്റെല്ലാം എടുത്തിട്ട് വന്നിനിന്ന്. ഞാൻ ഇതുപോലെ എന്നിട്ട് ഇടയ്ക്ക് മടി പിടിച്ച ദിവസമെല്ലാം ഒരു ഡെയിലി മടക്കി വയ്ക്കും, പക്ഷെ താഴ്ന്ന് എടുത്തു വരാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഒരു 2 ദിവസമെല്ലാം കൂടുമ്പം ബക്കറ്റിലാക്കിയിട്ട് കൊണ്ടുവരുത്താന്ന്, എന്നിട്ട് എടുത്തു വെക്കലാന്ന്. ക്ലീനിങ്ങിനേക്കാളും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ കുറച്ച് പണിയായിട്ട് തോന്നുന്നത്. മടക്കി വെക്കലും അതെല്ലാം ഒതുക്കി വെക്കലെല്ലാം. അപ്പോൾ മടക്കി വെക്കുമ്പം എല്ലാം ഒന്നിച്ച് മടക്കി വെക്കലാന്ന്, പിന്നെ അത് എടുത്തു വെക്കുമ്പം വേറെ വേറെ ആക്കിയിട്ട് വെക്കലാന്ന്. എനിക്ക് പിന്നെ റൂമും അൽമരെല്ലാം വൃത്തി കണ്ടിട്ടെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ. എന്തായാലും നമുക്കത് പിന്നെ യൂസ് ആക്കുമ്പം നല്ല ഒതുക്കത്തിൽ കണ്ടാലല്ലേ ഒരു സമാധാനം ഉണ്ടാവും. ഇപ്പോൾ കുറേ ആയിട്ടാണ് അൽമരെല്ലാം ഓർഗനൈസ് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യലുണ്ടായിനി. ഇപ്പോൾ കുറച്ചായി ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ ഇൻഷാല്ലാ ചെയ്യണമെന്നുണ്ട്. പറ്റുമെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നോമ്പിന് മുന്നേ ഇതെല്ലാം ചെയ്ത് വെക്കണമെന്നുണ്ടായിന്, അതും പറ്റിയിട്ട്. നാളെ ഇപ്പോൾ നോമ്പായില്ലേ, ഇനി കുറേ സമയം ഇങ്ങനെ ക്ലീനിങ്ങിനെല്ലാം ചിലവാക്കാനും പറ്റൂലല്ലോ. നോമ്പിന് വീഡിയോസെല്ലാം എടുക്കണമെന്നുണ്ട്, പറ്റുന്നത്ര എടുക്കാം കേട്ടോ. ഓവർ സ്നാക്സൊന്നും ആക്കണ്ടെന്നാണ് തീരുമാനിച്ചത്. എല്ലാ സമയവും അങ്ങനെയാണ് വിചാരിക്കുന്നത്. കുറേ സ്നാക്സൊന്നും പ്രിപ്പയർ ചെയ്യണ്ട, തിന്നാൻ പറ്റാത്ത കുറേ ആളില്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആഡംബരമെല്ലാം ആക്കി കളിക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിക്കുന്നത്. അറിയില്ല എങ്ങനെയാണെന്ന്, നോക്കാം ഇൻഷാല്ലാ. ഇപ്പോൾ കുളിയും നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഇലൂനെയും ഫ്രഷ് ആക്കണം, എന്നിട്ട് പുറത്തേക്ക് പോലാന്ന്. അങ്ങനെ ഞാനും ഇലും ഫ്രഷ് ആയിട്ട് പോകലാന്ന് കേട്ടോ. പിന്നെ ഇലു മുന്നേ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഓന് സൺഡേ ആവാൻ വെയിറ്റ് ആക്കുന്നുണ്ടായിന് പുറത്തെല്ലാം പോകാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഓൻ എങ്ങനെയും കീന്നില്ല, ഓന് പോലെ ഇഷ്ടേ അല്ല. ഇപ്പോൾ പുറത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കരയിൽ. അങ്ങനെ നമ്മൾ പോലാന്ന്. പോകുന്ന വഴിക്ക് ഒരു അമ്പലത്തിൽ എന്തോ ഉത്സവമായിട്ട് നടക്കുന്നുണ്ട്. അവിടെ കുറേ ചന്തയെല്ലാം കാണുന്നുണ്ട്. ചെറുപ്പത്തിലെല്ലാം ഇതുപോലെല്ലാം നല്ല രസമല്ലേ. നമ്മളെല്ലാം ഇങ്ങനെ ഒന്നിച്ച് പോലുണ്ടായിന്. ബലൂണ് ടോയ്സ് എല്ലാം ഉണ്ട് ചന്തയിൽ. അപ്പോൾ അതെല്ലാം വാങ്ങാനെല്ലാം പോലെ ഭയങ്കര ഒരു നെസ്റ്റു ഫീലാണ് അതെല്ലാം കാണുമ്പോൾ. നമ്മൾ പയ്യന്നൂർ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു അടിപൊളി ഫുഡ് ടേസ്റ്റ് ചെയ്തിന്. അപ്പോൾ വൈകുന്നേരമല്ലേ കഴിഞ്ഞിന്. അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഞാൻ പറഞ്ഞ ഒരു തട്ടുകടയുണ്ട്. തട്ടുകട ഒരു മിനി ടെമ്പോ പോലെയെല്ലാം ആയിട്ട്, എന്താ പറയില്ല അറിയില്ല. പെരുമ്പയിലാണ് സ്ഥലം. അപ്പോൾ അവിടെ പോയിട്ട് അവിടുന്ന് ഒരു അടിപൊളി ഫുഡ് ടേസ്റ്റ് ചെയ്തിന്. നിങ്ങൾ കഴിച്ചിനോന്നറിയില്ല, നല്ല രസമുണ്ട്. അപ്പോൾ മിക്സ് എന്നാണ് ഇവിടെ പറയൽ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരിക്കൽ ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. വലിയ റേറ്റും ഇല്ല, അഫോർഡബിളാണ്. സ്റ്റീക്ക് ഹൗസിനെല്ലാം അടുത്തായിട്ട് ഇതാ ഇപ്പോൾ കാണിച്ചു തരാം. ആ ഒരു സെറ്റപ്പെല്ലാം കാണിച്ചു തരാം. നല്ല ഹൈജീൻ ഇല്ലയാണ്. വെള്ളമെല്ലാം അടുത്തുള്ള വീട്ടിൽ നിന്നെല്ലാം എടുക്കുന്നതാണ്. നല്ല ക്ലീനുള്ള സ്ഥലമാണ്. നമ്മൾ മുമ്പ് തന്നെ ഫ്രഷ് ആയിട്ട് അവർ ചെയ്ത് തരുന്നതാണ്. നമ്മൾ പുറത്ത് കഴിഞ്ഞിട്ടാ കാറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കഴിച്ചാണ്. ഇവിടെ
കാർ പാർക്ക് ചെയ്തിട്ട് പുറത്തിരിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് കീഞ്ഞിട്ടുണ്ടായിട്ടാ. ഇതാണ് കേട്ടോ സംഭവം. ഒരു ലെഗ് പീസും അപ്പോൾ മിക്സാന്ന് വാങ്ങിന്. നല്ല ടേസ്റ്റാണ് ഇത്. എനിക്ക് ഒറ്റയ്ക്ക് കഴിയുന്നില്ല കേട്ടോ, നമ്മൾ രണ്ടാളും കൂടിയിട്ട് കഴിച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കാണുമ്പോൾ തന്നെ കാണാൻ തന്നെ ഒരു രസമില്ലേ, അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഇത് അരി വെച്ചിട്ടുള്ള സാധനമാണെന്ന് തോന്നുന്നു. അരിയെല്ലാം ആവിയിൽ വേവിച്ചിട്ടില്ല അങ്ങനത്തെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. അതിൽ ഉള്ളിയെല്ലാം ഇട്ടിട്ട് അതിൽ തന്നെ ചിക്കനെല്ലാം മിക്സ് ഉണ്ട്. ഇതിൻ്റെ ബീഫും കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ചിക്കനാന്ന് വാങ്ങിയിനി. നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ഓവർ സ്പൈസും ഇല്ല, കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റും. സ്പൈസി വേണമെങ്കിൽ അവർ ഓവർ സ്പൈസി ആക്കി തരും. അങ്ങനെ ചായയും അപ്പോൾ മിക്സ് എല്ലാം കഴിച്ച് നമ്മൾ പോലാന്ന്. ഞാൻ പറഞ്ഞില്ല, ഒരു പുതിയ ബേബി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേബി സൂക്ക് എന്നാറ്റ പേര്. പുറത്ത് തന്നെ അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ എങ്ങനെയാണെന്നെല്ലാം കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. ഫുള്ളായിട്ട് ടോയ്സാണ് അധികവും. പിന്നെ ഡ്രസ്സിൻ്റെ അങ്ങനെ കളക്ഷൻസ് കണ്ടിട്ട് ഡ്രസ്സ് അങ്ങനെ വലിയ കളക്ഷനായിട്ട് തോന്നിയിട്ടാണ്. പക്ഷേ ടോയ്സ് കുറേ ഉണ്ട്. ഇങ്ങനത്തെ എല്ലോ ടോയ്സ് ഉണ്ട്. വലിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കെല്ലാം പറ്റിയ കുറേ ടോയ്സ് എല്ലാം ഉണ്ട്. മേലെ ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ കാറ്, ജീപ്പ്, വാക്കർ അങ്ങനത്തെ ഇതെല്ലോ സംഭവമാണ്. താഴെ ചെറിയ കുട്ടികൾക്കില്ല അങ്ങനത്തെ ടോയ്സ് എല്ലാമാണ്. പിന്നെ പയ്യന്നൂരിൽ അടിപൊളി ഹൈപ്പർ മാർക്കറ്റ് ഗ്രാൻഡ് ഹൈപ്പറാണ് കേട്ടോ. നല്ല ആംബിയൻസ് ആണ്, നല്ല സാധനമുണ്ട്. ഇലൂനെ പുറത്തേക്ക് കീക്കണമെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ മതി, ഗ്രാൻഡ് ഹൈപ്പറിൽ പോകുന്നു. അതിങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് കേട്ടോ ഓന് കീയൽ. അപ്പോൾ ഓനങ്ങനെ പറഞ്ഞ് കീച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറുന്നതാണ്. അതേ ബിൽഡിങ്ങിൽ തന്നെ നമുക്കിപ്പോൾ ഡ്രസ്സെല്ലാം വാങ്ങണമെങ്കിൽ മാക്സ് ഉണ്ട് കേട്ടോ. മാക്സ്, ഈസി ബൈ അതെല്ലാം ഉണ്ട്. നല്ല കളക്ഷൻസ് എല്ലാമാണ് ഈടെ എല്ലാം. പിന്നെ ഗ്രാൻഡ് ഹൈപ്പറിൻ്റെ ഡീറ്റെയിൽഡ് വ്ളോഗ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടെങ്കിൽ ഒന്ന് പോയിട്ട് എൻ്റെ ചാനൽ കണ്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വ്ളോഗ്സും റെസിപ്പീസുമായി നോമ്പിന് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും റമദാൻ മുബാരക്.